ഇതൊരു പ്ലാന്റേഷൻ ചെയ്ത് നല്ല അടിപൊളി റബ്ബറുള്ള ഒരു 13 ഏക്കർ സ്ഥലമാണ്. നിറയെ തേക്കുകളുണ്ട് മര്യാദക്ക് ഇതിൻ്റെ അടിഭാഗത്തൊക്കെ. അഞ്ചാം കൊല്ലാണ് വെട്ട് ഈ റബ്ബറുകൾ കേട്ടാ. നല്ലൊരു തോട്ടാണ് മൊത്തത്തിൽ. അത്യാവശ്യം വരുമാനവും കിട്ടും. 13 ഏക്കർ റബ്ബർ ഇതേമാതിരി അഞ്ചാം വർഷം വെട്ടാണ്. പിന്നെ നല്ല ഇതാണ്, ഒരു റബ്ബറിൻ്റെതായ ഒരു ചെരിവുണ്ട് എന്ന് മാത്രം. പിന്നെ അടിഭാഗത്തൊക്കെ ഇതേമാതിരി ഫുള്ള് തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. ഇതിപ്പോൾ ഞാൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഞാൻ ആ സൈഡും റോഡൊക്കെ അതിൻ്റെ മുന്നിൽ ടാർ റോഡാണ്. ഇത് പാലക്കാട് ജില്ലയിൽ മുരിക്കുംപറ്റ നെല്ലിക്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പരിസരമാണ് ഉള്ളത് കേട്ടോ. ഇതാണ് ഈ കാലിങ്ങനെ അതിർത്തി ഇങ്ങനെ പോയിട്ട് താഴ്ഭാഗത്ത് ഇങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് ആ വയലിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് നമ്മുടെ ഈ തോട്ടത്തിൻ്റെ അതിരിൽ ഫുള്ള് തോടാണ്. ഈ തോട്ടത്തിൻ്റെ അതിർത്തി ഇതിൻ്റെ താഴ്ഭാഗത്ത് തോട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തോട്, ആ തോടിൻ്റെ അപ്പുറത്ത് വയലാണ് കേട്ടോ. അത് വയലാണ്. അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സൈഡിൽ ഫുള്ള് തോടാണ്. തോട്, വെള്ളം പോണ തോട്. വെള്ളം നല്ല കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ. താഴത്ത് കണ്ടില്ലേ വയലാണ്. നല്ലൊരു വലിയൊരു കിണർ ഒക്കെ കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും. 5 വർഷം വെട്ടുന്ന റബ്ബറാണ് ഇതിലുള്ളത്. പതിമൂന്ന് ഏക്കർ ഈ തോട്ടത്തിൻ്റെ ഈ സൈഡിൽ ഫുള്ള് തേക്കിൻ്റെ പ്ലാന്റേഷൻ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഏരിയയിൽ കണ്ടോ. ഒരു 3-4 വർഷമൊക്കെ നിർത്തിയാൽ നല്ലൊരു പൈസക്ക് കൊടുത്ത കാശൊക്കെ ചിലപ്പോൾ റിട്ടേൺ വരും. ഒരുപാട് ഏരിയയിൽ ഫുള്ള് പ്ലാന്റേഷനാണ്. പിന്നെ കറണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പരിസരങ്ങളിൽ വീടുണ്ട്. ഇതിൽ വണ്ണുള്ള തേക്കുകൾ കണ്ടമാനം വേറെ ഉണ്ട് കേട്ടോ. ചെറുതുകൾ വേറെ. പിന്നെ എല്ലാ വണ്ടിയും വരുന്ന നല്ല സൗകര്യം ടാർ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. ഷീറ്റടിക്കണ മെഷീന്, അതേപോലെ അതിനുള്ള പുരകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മളെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ നമുക്ക് വേണ്ടിയിട്ട് സൗകര്യപ്പെടുത്തിയ റോഡാണ്, അല്ലാതെ വേറെ റോഡല്ല. ഇത് ടാർ റോഡിൽ നിന്ന് ഇങ്ങോട്ടാണ് കയറുന്നത്. കണ്ടോ, ആ ഭാഗത്തെ പുര ഷീറ്റടിക്കണ പെര, ഗോഡൗണുമാരി ഈ 4 ഭാഗത്തു കൂടിയും താഴത്ത് ഇതിൻ്റെ അതിര് ഈ പറഞ്ഞ മാതിരി വയലാണ് കേട്ടോ. അതാ കണ്ടോ, ആ കാണുന്നത് വയലാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ സൈഡാണ്. ഈ വഴിയുടെ ഈ സൈഡ് ഫുള്ള് തേക്കിൻ്റെ പ്ലാന്റേഷൻ.
ഇത് എടുക്കുന്ന ആൾക്ക് പിന്നീട് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ജാതി തോട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ടാർട്ട് റോഡാണ്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഇതാ മിഷ്യങ്ങൾ ഇതേമാതിരി കുറേ ചെറിയ ചെറിയ പുരകളുണ്ട് കേട്ടോ. ഷീറ്റടിക്കണ മെഷീനുകൾ. വേറൊരു പുര അതാ. പിന്നെ അങ്ങോട്ട് പോയാൽ വേറൊന്നുണ്ട്. മൊത്തത്തിൽ കിടിലം ഒരു തോട്ടാണ്. നല്ല പ്ലാന്റേഷനാണ് തേക്കിൻ്റെ. ഒരു 3-4 വർഷം കൊണ്ട് നല്ലൊരു കാശ് റിട്ടേൺ വരാൻ പറ്റുന്ന ജാതി തോട്ടം. ഈ സൈഡിൽ കൂടെയൊക്കെ ഫുള്ള് ഇത് വേറെ സൈഡാണ്. ഇവിടെയും ഫുള്ള് തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. അടിഭാഗത്ത് അത് ഒരു ഓടിട്ട വീട് കാണും. വീട് 4 ഭാഗത്തും വീടുണ്ട് കേട്ടോ. ഇതിൻ്റെ മറ്റേ തോട്ടത്തിൻ്റെ വേറെ സൈഡാണിത്. ഇതേമാതിരി ഉരുളൻകല്ലുകളൊക്കെ ഉണ്ട്. റബ്ബറാവുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ ഉരുളണ പറിച്ചാൽ പറയുന്ന കല്ലുകളാണ് കേട്ടോ. പാറ അടഞ്ഞ പാറല്ല. നമ്മുടെ തോട്ടത്തിൻ്റെ അവിടുന്ന് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് ഫ്രണ്ടിലുള്ള ടാർട്ട് റോഡിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ചിലപ്പോൾ ക്ലിയർ ആവില്ല കേട്ടോ. ഇതാണ്ടോ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ കരിങ്കല്ല് പടുത്ത പടവ് ഇങ്ങനെ നേരിട്ട് പോവുകയാണ്. ഇതുവരെയാണ് നമ്മുടെ റോഡിൻ്റെ അതിർത്തി. ഒരുപാട് ഫ്രണ്ടേജാണ്. ഇതാണ്ടോ ആ പെര ഉള്ളിൽ കണ്ട പെരയാണ്. ഇനി ഒരുപാട് ഫ്രണ്ടേജാണ് നമ്മുടെ ഈ സ്ഥലത്തിന്. ഒക്കെ ഫ്രണ്ടേജാണ്. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല റോഡാണ് കേട്ടോ. ടാർട്ട ബസ് റൂട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വണ്ടിയും വരും. കണ്ടമാനം ഫ്രണ്ടേജാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ മട്ടി അതേമാതിരി ഉള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിറയെ വീടാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ നിറയെ വീടാണ്. മൊത്തത്തിൽ കുഴപ്പമില്ല. മഴ ഇനി ചാറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ക്ലിയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഈ സൈഡിലൊക്കെ വീടുകളാണ്. ഒരുപാട് ഫ്രണ്ടേജ് ഉണ്ട്. ഇനി ഈ വന്നത്ര ഇനിയും പോകാണ്ട് ഫ്രണ്ടേജ് കേട്ടോ. ഞാനിവിടെ നിർത്തുകയാണ്. ബൈക്കാവുകൊണ്ട് മഴയും പെയ്യുന്നുണ്ട്. കണ്ടതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ വീടുകളാണ്. നമ്മുടെ ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന റോഡ് ഇതങ്ങനെ വളഞ്ഞിറങ്ങി വന്ന് പിന്നെ ഇതാ തോട്ടം താണ്ടത്തെ തേക്കുകൾ നല്ല ഭംഗിയുള്ള തോട്ടമാണ്. ഈ റോഡ് ഇങ്ങനെ കണ്ടമാനം ഫ്രണ്ടേജായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഇങ്ങനെ ചെന്നിട്ട് തോടിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ മറ്റേ സൈഡ് റോഡാണ്. തണ്ട ഈ സൈഡിൽ കൂടെയൊക്കെ വീടുകളാണ് കേട്ടോ. ഇതിൽ എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട്. ഇതിൽ മരങ്ങൾ പല ജാതി മരങ്ങളുണ്ട്. അതിൻ്റെ പുറമെ തേക്കുണ്ട്, റബ്ബർ. വരുമാനം 5 വർഷം വെട്ടായത്.
സൈഡിൽ കൂടെയൊക്കെ വീട്. 5.5 ഏക്കറിൽ തേക്ക് ഫുള്ള് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്താണ് ഈ റബ്ബർ ഉള്ളത്. 1400 റബ്ബർ വെട്ടിക്കൊണ്ടുവരികയുണ്ട്. നല്ല പാലുള്ള ഏരിയ ആണ് കേട്ടോ. വീടുകളൊക്കെ ഉള്ളതാണ്. ആവശ്യമുള്ളവർ വിളിച്ചോളി.